ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിന് മുന്നേ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇത് ആദ്യമായിട്ടുള്ളൊരു രീതിയാണ്. പക്ഷേ അത് വളരെ നല്ല ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. കാര്യം ഡയറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സംരംഭമല്ലേ അങ്ങനെ ഒരു ക്ഷണം കിട്ടിയതിൽ അതിയായി സന്തോഷിക്കുന്നു. പിന്നെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രഭാത യോഗത്തിൽ വിവിധ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയോട് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരു മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്, വർഷങ്ങളായി TV ഷോ നടത്തുന്നു, ജനങ്ങളുമായി നിരന്തരം സംവദിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. സർക്കാരിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച്, സർക്കാരിൻ്റെ സമീപനങ്ങളെക്കുറിച്ച്, ഇടപെടലിനെക്കുറിച്ച് എന്ത് നിർദ്ദേശങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക? ഞാൻ കാര്യമായിട്ടുള്ളൊരു നിർദ്ദേശമൊന്നും മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഓക്കെയാണ്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും സജസ്റ്റ് ചെയ്യാനില്ല. സത്യത്തിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഒരു സജഷൻ ബേസിസിൽ പ്രവർത്തിക്കാനായിട്ടല്ല വന്നത്. ഇവിടെ ഒരു സന്തോഷം അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് പാർട്ടിസിപ്പേഷൻ. ഈ TV ഷോ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഉപരി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങളുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാർ വിദ്യാഭ്യാസ രംഗത്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. രണ്ടാം പിണറായി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിൻ്റെ ഇടപെടലിൽ ലക്ഷ്മി നായർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ? വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനെല്ലാം കാണുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വരെ നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വളരെ വലിയൊരു ക്യാൻവാസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അല്ലാതെ പഴയ രീതിയിൽ വളരെ കൺസർവേറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് ഭയങ്കര വിശാലമായൊരു മേഖലയായിട്ട് നമുക്ക് കുറച്ചുകൂടി ഓപ്പൺനെസ്സാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു രീതിയിൽ തന്നെയാണ്, പോസിറ്റീവായിട്ടാണ് ഞാൻ എല്ലാം കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആ ഒരു സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അതിനനുസരിച്ചിട്ട് തന്നെയാണ്. പ്രഭാത യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷമാണ്. എല്ലാവരെയും കാണാമല്ലോ, അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിക്കാം.